ഞങ്ങൾക്ക് തിരിച്ചടി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ ഒരുപാട് വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ പരസ്യം തന്നെ ഏറ്റവും ഒടുവിൽ എന്തൊരു ലജ്ജാകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത 2-3 പത്രങ്ങളിൽ മാത്രം ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പരസ്യം കൊടുക്കുക. അതിന്റെ ഉദ്ദേശം വളരെ ക്ലിയർ അല്ലേ? ബിജെപിയെ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ, UDF-ലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ബിജെപിയുടെ ആഗ്രഹം നടത്തിക്കൊടുക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ വോട്ടുകൾ കുറക്കണം. ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബിജെപിയുടെ ആഗ്രഹം അനുസരിച്ച് CPM പരസ്യം കൊടുത്തത്. ഇത് CPI അംഗീകരിക്കുന്നുണ്ടോ? എനിക്കറിയാൻ ചോദിക്കാനുള്ള കാര്യം അതുമാണ്. ഈ CPIക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു രാഷ്ട്രീയം? ബിജെപിക്ക് ജയം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യ ഒത്താശ ചെയ്തു കൊടുക്കുക. ഞാൻ പറയാറുള്ളത് പോലെ ബിജെപിയുടെ അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായിട്ട് CPM മാറിയിരിക്കുകയാണ് അവിടെ. എന്തൊരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തവരാണോ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ? ഇങ്ങനെ സമുദായങ്ങളെ തരംതിരിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേശാഭിമാനി പരസ്യമില്ല. പരസ്യമുള്ളത് സുപ്രഭാതത്തിലും അതുപോലെ തന്നെ സിറാജിലും. ഇതിന്റെ ഉദ്ദേശം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ളൊരു പാർട്ടിക്ക് ഇത് ചെയ്യാറുണ്ടോ? VS-ന്റെ കാലത്ത് ഇത് ചെയ്യാൻ സമ്മതിക്കുമോ? നായനാരുടെ കാലത്ത് ചെയ്യാൻ സമ്മതിക്കുമോ? ഇപ്പൊ എന്ത് വാകാന്നുള്ള നിലയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുകയല്ലേ? എനിക്ക് ചോദിക്കാനുള്ള CPIയോടാ ചോദിക്കാനുള്ള, അവരെന്താ ഉണ്ടായിരിക്കുന്നത്? പക്ഷെ ഇതൊന്നും അവിടുത്തെ ജനവിധിയെ ബാധിക്കാൻ പോകുന്നില്ല. കനത്ത തിരിച്ചടി CPM-ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കും, BJP-ക്കും ലഭിക്കും. ശരി.